ഡോക്ടർ മോഹൻ വർഗീസ, ഇത് ഇസ്രായേൽ ഭരണകൂട ഭീകരതയാണ്, അങ്ങനെയുള്ള ഒരു നറേറ്റീവ് വരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകൾ, അതാണ് പശ്ചിമേഷ്യയുടെ ശാപം എന്നും ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിന് ചുറ്റും ഇറാൻ പിന്തുണക്കുന്ന 4 ഭീകര സംഘടനകൾ അല്ലേ, ഹൂതി വിമത, അതുപോലെ ഈ ഹിസ്ബുള്ള, അതുപോലെ ഹമാസ്, പിന്നെ ഈ ഇസ്ലാമിക് ഗാർഡ്സ് അല്ലേ. അപ്പോൾ നോക്കൂ, സ്വാഭാവികമായിട്ട് ഇനി ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഈ ഇറാൻ ആയിരിക്കുമോ? ഇപ്പം തന്നെ ആയത്തുള്ള ഖമേനി ഒക്കെ അവിടെ നിന്ന് മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഇറാനാകും എന്ന നിലയിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. പക്ഷേ ഇവിടെ ഒരു യുദ്ധവിരാമം ഉണ്ടായില്ല എങ്കിൽ ഇതൊരു മാലപ്പടക്കം പോലെ പൊട്ടാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇരുഭാഗങ്ങളും. ഒന്ന്, ഹൂതി വിമതരും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്, ഷിയ മിലിഷ്യയായ ഹിസ്ബുള്ളയും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്, ഗസയിലെ ജനത അവരെ നയിച്ചിരുന്ന ഹമാസും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ഏതാണ്ട് അവസാനിച്ചു എന്ന മട്ടിലാണ്. അപ്പം ഇസ്രായേൽ എന്ന രാജ്യത്തിനും അതിൻ്റെ അവകാശമുണ്ട്. നിലനിൽപ്പിന് വേണ്ടി 1948 രൂപീകരിച്ച ഇസ്രായേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം അന്ന് മുതൽ തന്നെ അതിശക്തരായ അയൽ രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭരണകൂട ഭീകരത എന്ന ഒരു സംജ്ഞ ഉപയോഗിക്കുമ്പോൾ അതല്ലാതെ ഗാന്ധിയൻ മാർഗത്തിലൂടെ, ഭീകരത എന്ന പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ ഗാന്ധിയൻ മാർഗത്തിലൂടെ എങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൽ നിലനിൽക്കാനാവുക? ഒരു ചകിട്ടത്തടിക്കുന്ന ഹിസ്ബുള്ളയുടെ മറ്റേ ചകിട്ടത്ത് അടിക്കുക എന്നതല്ലാതെ, അല്ലെങ്കിൽ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക, സ്വന്തം ജനതയെ സംരക്ഷിക്കുക. ഒരു രാജ്യത്തിൻ്റെ, പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്താണ്? ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. അതാണ് പ്രാഥമികമായ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഒരു സർക്കാരുള്ളത്. ഇതായ ഒരു ദേശീയ സർക്കാരാണ് ഇസ്രായേലിലുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സർക്കാരാണ്. അതിനകത്ത് പ്രതിപക്ഷത്തിലെ ചില പാർട്ടികളെ ഉൾപ്പെടെ, യോവ് ഗാലന്റിനെ ഉൾപ്പെടെ പ്രതിരോധ മന്ത്രിയാക്കിക്കൊണ്ട് മിക്കവാറും ഒരു ഹോക്കിഷ് നിലപാട് തന്നെയാണ് അവർക്ക്. അത് നിലനിൽപ്പിന് വേണ്ടി ആ നിലപാട് തന്നെയാണ്. ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ടാണ് വിരുദ്ധമായ സ്വരങ്ങൾ ഇസ്രായേലിനുള്ളിൽ നിന്ന് കേൾക്കുന്നത്. അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ആ രാജ്യത്തിന് നിലനിൽപ്പിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ അതിശക്തമായൊരു സന്ദേശത്തിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാനുള്ളൊരു താക്കീത് കൂടിയായിരുന്നു. എന്നോട് ചോദിച്ച ചോദ്യം, ഇറാനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഇവിടെ നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കണം. ഞങ്ങൾ അറബി സഹോദരന്മാരുമായി സന്ധി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയും അതുപോലെ സൗദി അറേബ്യ എന്ന ഏറ്റവും വലിയ സുന്നി രാജ്യവുമായി ഒരു കരാറിലേർപ്പെടുന്ന, ഒരു സമാധാന സഹകരണ കരാറിലേർപ്പെടുന്ന ആ ഘട്ടം വന്നപ്പോഴാണ് അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒക്ടോബർ മാസം 7-ാം തീയതി 2023 ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് ടേണിംഗ് പോയിന്റ്. ഇതിന് മുൻപുള്ള, ഇപ്പോൾ ചരിത്രത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു തുടക്കം കുറിക്കണ്ടേ? അത് പണ്ട് മുതലുള്ള ചരിത്രം പറഞ്ഞാൽ 2000 വർഷത്തേക്കോ, അതിനു മുൻപുള്ള മോശയുടെ കാലത്തേക്കോ, അതിനു മുൻപുള്ള അബ്രഹാമിൻ്റെ കാലത്തേക്കോ പോവുകയാണ്. ഇനി അബ്രഹാമിൻ്റെ കാലത്തേക്ക് തന്നെ പോവുകയാണെങ്കിൽ അബ്രഹാമിക കരാർ എന്നാണ് പറയുന്നത്. അബ്രഹാം എന്ന ഇസ്രായേലിൻ്റെയും അതുപോലെ യഹൂദൻ്റെയും അറബിയുടെയും ക്രൈസ്തവരുടെയും എല്ലാം തന്നെ പൂർവ്വപിതാവായി അറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ പേരിൽ ജൂതരാഷ്ട്രവും അറബ് രാഷ്ട്രങ്ങളുമായി ഒരു സീരീസ് ഓഫ് എഗ്രിമെൻറ്റ്, അതാണല്ലോ അബ്രഹാമിക കരാറുകൾ എന്ന് പറയുന്നത്. ആ കരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലുമായി സന്ധിയിലാകും. അങ്ങനെയെങ്കിൽ പാലസ്തീൻ കോസ് ആരെടുക്കും? ആര് മുന്നോട്ട് കൊണ്ടുപോകും? ഈ ഹമാസ് അല്ലാതെ ഹമാസിന് ആര് പിന്തുണ നൽകും? അവിടെയാണ്, ആ ഉത്തരമാണ് അറബിയല്ലാത്ത, സുന്നി അറബിയല്ലാത്ത രാജ്യമായ ഷിയ രാജ്യമായ ഇറാൻ എന്ന ഉത്തരം വരുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം
1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അയത്തുള്ള അലി ഖൊമൈനി നയിച്ച വിപ്ലവത്തിലൂടെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് രൂപീകരിച്ചതിന് ശേഷം അതിശക്തമായ ആൻറ്റി അമേരിക്കൻ ആൻറ്റി ഇസ്രായേൽ പോളിസിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റെറ്ററിക്കും അത് തന്നെയാണ്. ഒരുപക്ഷെ ആ ജനത പൂർണ്ണമായും ഇറാൻ്റെ ജനത പൂർണ്ണമായും അതിനെ അംഗീകരിക്കുന്നില്ലായിരിക്കും. അതുകൊണ്ടാണ് ഒരു മിതവാദിയായ പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാനെ അവർ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഒരു ഹാർഡ് ലൈനർ ഇബ്രാഹിം റൈസി മരിച്ചപ്പോൾ ഒരു മിതവാദിയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ഇറാൻ്റെ ആധ്യാത്മിക നേതൃത്വം അവരുടെ കയ്യിലാണ്, അധികാര ശക്തി മുഴുവൻ. അത് അയത്തുള്ള അലി ഖമനയി ആണ് അടുത്ത ടാർഗറ്റ് എന്ന് പലരും കരുതുന്നതിൻ്റെ ഒരു കാരണം ഇവ പ്രധാനപ്പെട്ട ടാർഗറ്റുകളെല്ലാം തീർന്നു കഴിഞ്ഞു. ഇസ്മായിൽ ഹനിയ, ഹമാസിൻ്റെ തലവൻ, പൊളിറ്റിക്കൽ തലവൻ ഇസ്മായിൽ ഹനിയ ഇറാൻ്റെ മണ്ണിൽ വെച്ച്, ടെഹ്റാനിൽ വെച്ച് എല്ലാ സുരക്ഷയോടും കൂടി കഴിഞ്ഞിരുന്ന രാവണൻ കോട്ട കെട്ടി അതിനുള്ളിൽ കഴിഞ്ഞിരുന്ന പെസഷ്കിയാൻ്റെ സുഹൃത്തു കൂടിയായ, അല്ലെങ്കിൽ ഇറാൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ ഹമാസ് നേതാവ്, പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ മറ്റൊരാളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തെ ആയിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ ഇമ്മീഡിയറ്റ്ലി ടാർഗറ്റ് ചെയ്യുന്നത്. ഇറാൻ്റെ പ്രസിഡന്റിനെ ആയിരിക്കില്ല, മറിച്ച് ഇറാൻ്റെ ആധ്യാത്മിക നേതാവിനെ ആയിരിക്കില്ല, മറിച്ച് യഹിയ സിൻവാർ എന്ന് പറയുന്ന ഹമാസിൻ്റെ ഇപ്പോഴത്തെ തലവനെ ആയിരിക്കും. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഹസൻ നസറുള്ള മാത്രമല്ല, ഹസൻ നസറുള്ള ഹിസ്ബുള്ള തലവനാണ്. 32 വർഷമായി ഹിസ്ബുള്ളയെ നയിക്കുന്നയാളാണ്. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ 15ഓളം കമാൻഡർമാർ, വിവിധ തലങ്ങളിലുള്ള ഡ്രോണുകൾ ചുമതലയുള്ള കമാൻഡർ, മിസൈലുകൾ ചുമതലയുള്ള കമാൻഡർ, ദക്ഷിണ മേഖല കമാൻഡർ എന്നുവേണ്ട വലിയ തോതിലുള്ള നേതൃനിരയെ ഈ കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ, 6 ദിവസമേ ആയിട്ടുള്ളൂ, പേജർ ആക്രമണം സംഭവിച്ചു. അതിനുശേഷം 6 ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയ എണ്ണം ഹിസ്ബുള്ള നേതാക്കളെ കാലേവരേക്കുള്ള അയച്ച സ്ഥിതിക്ക് ഈ 2 ഫ്രണ്ടും ഏതാണ്ട് സമാധാനമാകുന്ന നിലയ്ക്ക് ഇനി വരാനുള്ളത് നേരിട്ടുള്ള യുദ്ധമാണ്. ഹൂതികളുടെ ഭാഗത്തു നിന്നൊരു മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അവർ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചു എന്ന രീതിയിൽ വരെ വാർത്തയുണ്ടായി. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു ഗൈഡഡ് മിസൈൽ അയച്ചു. അത് ഇസ്രായേലിലെ മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ടെല്ലവീവിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിനെ ഹിറ്റ് ചെയ്തു എന്ന രീതിയിൽ വരെ വാർത്തകളുണ്ടായി. അത് പൂർണ്ണമായി സ്ഥിരീകരിക്കാവുന്ന വാർത്തകളല്ല, എങ്കിൽ പോലും അങ്ങനെയും ഉണ്ടായി. അതുകൊണ്ട് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാനിൽ നിന്നും ഭീഷണി ഉണ്ടാകും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇസ്ലാമിക മിലിഷ്യകളെ, പ്രത്യേകിച്ചും ഷിയ മിലിഷ്യകളെ ഉപയോഗിച്ചുകൊണ്ട് സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകാം. ഹൂതി വിമതർ ഇപ്പോഴും നിലനിൽക്കുന്നു. അവരിലേക്കെല്ലാം ഒറ്റയടിക്ക് അവരിലേക്കെല്ലാം എത്താനാവില്ല. അതുകൊണ്ട് ഓരോരോ വിഭാഗങ്ങളെ ഫിനിഷ് ചെയ്ത് പോകുന്ന ഒരു തിരക്കിലാണ് ഇസ്രായേൽ ഇപ്പോൾ. അതുകൊണ്ട് ആത്യന്തികമായി ഇറാനിൽ നിന്നുള്ള ഭീഷണി അവസാനിക്കുകയോ അതല്ല എങ്കിൽ ഒരു സമാധാന കരാറിൽ എത്തി നിൽക്കുകയോ ചെയ്യുക എന്നത് മാത്രമാണ് പരിഹാരം. അതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ മധ്യസ്ഥതയിലെങ്കിലും ഒരു ശാശ്വതമായ ദ്വിരാഷ്ട്ര പരിഹാരമുണ്ടാകണം. അവിടെ താമസിച്ചിരുന്ന ഇസ്രായേൽ എന്ന ഭൂപ്രദേശത്തെ 2000 വർഷമായി താമസിച്ചിരുന്ന അറബി ജനവിഭാഗങ്ങൾക്ക് ന്യായമായ ആവശ്യമെന്ന നിലയിൽ ഒരു രാഷ്ട്രം ഉണ്ടാകണം. പക്ഷേ അത് ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ടാവരുത്. ഹമാസ് പറയുന്നത് പോലെയും ഹിസ്ബുള്ള പറയുന്നത് പോലെയും ഇസ്രായേലിൻ്റെ അസ്തിത്വം പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ടാവരുത്. 2 രാജ്യങ്ങൾക്ക് അവിടെ വസിക്കാനുള്ള അന്തരീക്ഷം അന്താരാഷ്ട്ര സമൂഹം ഉണ്ടാക്കണം. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ഇന്ന് ദ പെയിൽ ഷാഡോ ഓഫ് ഇറ്റ്സ് ഇലസ്ട്രിയസ് പാസ്റ്റ്. അതുകൊണ്ട് യാതൊരു രീതിയിൽ മുന്നോട്ട് പോകാനാവാത്ത നയമാണ്. അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഒന്നിൽ അമേരിക്കയുടെ വീറ്റോ വരും, അല്ലെങ്കിൽ റഷ്യയുടെ വീറ്റോ വരും, അല്ലെങ്കിൽ അത് നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ ഒക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ കാണുന്നത് പോലെ തങ്ങളുടെ പ്രഖ്യാപിത നയങ്ങൾ നടപ്പിലാകുന്നത് വരെ, അല്ല എങ്കിൽ ബന്ദികളുടെ മോചനം, അതൊരു ടേണിംഗ് പോയിന്റാണ്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായാൽ ഒരുപക്ഷെ ഈ നിമിഷം തന്നെ യുദ്ധം തീരാനുള്ള അവസരമുണ്ട്. കാരണം അത് ഇസ്രായേലിന് തലവലിക്കണം. എക്കാലത്തും യുദ്ധത്തിലേർപ്പെടാൻ ഇസ്രായേലിനും ഒരുപക്ഷെ സന്തോഷമുണ്ടാവില്ല. അതുകൊണ്ട് ഇസ്രായേലിന് ഒരു ആഗ്രഹം ഉണ്ടാകണം. പക്ഷേ അങ്ങനെ വെടിനിർത്തൽ 21 ദിവസത്തേക്ക് ഫ്രാൻസ് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ ഇപ്പോൾ തീർക്കാവുന്നൊരു നിലയിലാണ്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ തീർത്തു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ സായുധ സൈന്യങ്ങളുണ്ട്. വലിയ തോതിൽ ബങ്കറുകളിൽ ആയുധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ അവരുടെ പ്രഹരശേഷിയാണ്. 21 ദിവസം കൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് റീഗ്രൂപ്പ് ചെയ്യാൻ കഴിയും. അത് ആത്യന്തികമായി ഇസ്രായേലിന് സുരക്ഷാ ഭീഷണി തന്നെയാണ്. അത് അവസാനിപ്പിക്കാതെ ഇസ്രായേലിന് ഇപ്പോൾ യുദ്ധം തീർക്കാൻ ആവില്ല. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലൈൻ.
അതുകൊണ്ട് ഹിസ്ബുള്ള നാമാവശേഷമായിട്ടില്ല. നാമാവശേഷമായി എന്ന് പറയാനാവില്ല. ഹിസ്ബുള്ള ഇപ്പോഴും ഈ ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. നേതൃത്വം പോയി കാണും, അത് വേറെ നേതൃത്വം ഉണ്ടാകും. അതുകൊണ്ട് ഇസ്രയേലിന് എന്നും തലവേദനയായി ഹിസ്ബുള്ള നിലനിൽക്കാൻ അനുവദിക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയും ഒക്ടോബർ 7 എന്നത് നമ്മളെല്ലാം നോക്കിക്കാണുന്നൊരു ദിവസമാണ്. 2024 ഒക്ടോബർ 7. ഇനി ഒരു 10 ദിവസത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഏതാണ്ട് ആ ദിവസം എന്തെങ്കിലും ഒരു ഡ്രാമാറ്റിക് ഒരു ദിവസമാണ്. അത് യോം കിപ്പൂർ വാറിൻ്റെ 73 ആണ് അവസാന അറബ് ഇസ്രായേൽ യുദ്ധമുണ്ടായത്. അത് യോം കിപ്പൂർ അവരുടെ ഇസ്രായേലുകാരുടെ യഹൂദൻ്റെ വിശുദ്ധ അവസരമാണ്, വിശുദ്ധ ദിവസങ്ങളാണ്. അതിൻ്റെ അനുസ്മരണം എന്ന നിലയിൽ 50-ാം വർഷത്തിലാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. അത് ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും യോം കിപ്പൂർ വാറിൻ്റെ വാർഷികമാണ്. ആ സമയത്തെങ്കിലും ഒരു കരാറിലൂടെ ശാശ്വത സമാധാനം ഉണ്ടായില്ല എങ്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് വൻ ശക്തികൾക്ക്, ഒരുപക്ഷെ റഷ്യക്ക് ഉൾപ്പെടെ ഇടപെടേണ്ടി വരും. അതിനു മുൻപ് തന്നെ സിറിയയും ടർക്കിയും ഒക്കെ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. മറ്റ് രാജ്യങ്ങളെ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ട് വന്ന് യുദ്ധത്തിൽ ഏർപ്പെടുത്താതെ ഇരിക്കേണ്ടത് ലോക സമാധാനത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് യുദ്ധത്തെ ലോക്കലൈസ് ചെയ്യേണ്ടത് എല്ലാവരുടെയും ആവശ്യമായി വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.